മോർണിംഗ് ഓൾ. സോ നമ്മളിന്ന് ഫൈനലായിട്ടുള്ള നമ്മളുടെ ആ ഒരു ഏരിയ ഫോംസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വ്യൂസ് ബൈ പിയേറെ ബോദ്യോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റിൻ്റെ ഈ പറഞ്ഞ സ്ട്രാറ്റിഫിക്കേഷൻ ക്ലാസ് അല്ലെങ്കിൽ ആൾക്കാരെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള ഒരു വ്യൂ ആണ് പറയാൻ പോകുന്നത്. സോ പിയേറെ ബോദ്യോ 1930 to 2002 കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ ആയിട്ടുള്ള ഐഡിയാസ് എന്ന് പറയുന്നത് കൾച്ചറൽ ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ, ഇക്കണോമിക് ക്യാപിറ്റൽ, ഹാബിറ്റസ്, സോഷ്യൽ ഇലൂഷൻ, റിഫ്ലെക്സിവിറ്റി, ലൈഫ് ചാൻസസ് അങ്ങനെയുള്ളതൊക്കെയാണ്. സോ ആസ് പെർ ബോദ്യോ ദ നോഷൻ ഓഫ് ക്യാപിറ്റൽ സംസ് പാർട്ടിക്കുലർ അസറ്റ്സ് പുട്ട് ടു പ്രൊഡക്റ്റീവ് യൂസ്. അതായത് ബോദ്യോൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആൾക്കാർക്കുള്ള, അതായത് ഓരോ വ്യക്തികൾക്കുള്ള അസറ്റ്സ് ഉണ്ടല്ലോ, മൊത്തമായിട്ടുള്ള അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ സ്വത്താവാം, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ടാലൻ്റ് ആവാം. അതായത് ഞാനെന്ന വ്യക്തിക്ക് എൻ്റെ കയ്യിലുള്ള അസറ്റ് മേ ബി മെറ്റീരിയൽ ആയിട്ടുള്ള അസറ്റ് ഉണ്ടാവും. എനിക്ക് വീടുണ്ടാവാം, കാറുണ്ടാവാം, അതായത് ഭൂമി, അങ്ങനെയുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള അസറ്റ് എനിക്കുണ്ടാവും. അതുകൂടാതെ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള അസറ്റ് ഉണ്ടാവാം. അതായത് IQ, ഇൻ്റലിജൻ്റ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള പറയുമ്പോൾ നമ്മൾ പറയും ഓരോരോ കഴിവുകളൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ ഉള്ളിലുള്ള വിച്ച് നമുക്ക് എന്താ പറയുക അതായത് വിസിബിളായിട്ട് നമുക്കിപ്പോൾ ഒരാൾക്ക് ഓക്കെ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് നല്ല ബുദ്ധിയാണ്, മേ ബി അത് നമ്മളുടെ എക്സാമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കാണിക്കും. പക്ഷെ അത് ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ നമ്മൾക്കുള്ള എല്ലാ അസറ്റുകളുടെ ഒരു കൂട്ടമാണ് ക്യാപിറ്റൽ എന്നാണ് ബോദ്യോ അഭിപ്രായപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ അസറ്റുകളൊക്കെ നമ്മളുടെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഇടയിലുള്ള അസറ്റുകളെ 3 തരത്തിൽ പറയാം: എക്കണോമിക്, അതുപോലെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ എന്നുള്ളത്. എന്നിട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ക്യാൻ ബി ഡിസ്റ്റിങ്ക്വിഷ്ഡ് അക്കോർഡിംഗ് ടു ദെയർ റീപ്രൊഡക്റ്റിബിലിറ്റി ആൻഡ് ഓൾസോ അക്കോർഡിംഗ് ടു ഹൗ ഈസിലി ദേ ആർ ട്രാൻസ്മിറ്റഡ്. അതായത് ഈ പറഞ്ഞ ക്യാപിറ്റലിനെ വേണമെങ്കിൽ എങ്ങനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാം, അത് എത്രത്തോളം റീപ്രൊഡക്റ്റിബിളാണ്, അതായത് എത്രത്തോളം അതിൻ്റെ ഉൽപ്പാദനം പിന്നെയും നടക്കുന്നുണ്ട് എന്നുള്ളത് വെച്ചിട്ടും, അതുപോലെ അതെങ്ങനെയൊക്കെ ട്രാൻസ്ഫോം ചെയ്യാം, വേറൊരാൾക്ക് എങ്ങനെയൊക്കെ ആ ഒരു ക്യാപിറ്റൽ കൊടുക്കാമെന്നൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ഹി ഓൾസോ ടോക്ഡ് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ലൈഫ് ചാൻസസ്. ഇവിടെയാണ് അദ്ദേഹം ലൈഫ് ചാൻസസിനെ പറ്റിയിട്ട് പറയുന്നത്. അതിൽ ടു ഇൻക്ലൂഡ് എ വെറൈറ്റി ഓഫ് നോൺ എക്കണോമിക് ആസ്പെക്റ്റ്, അതായത് എക്കണോമിക് അല്ലാത്ത എല്ലാ കാര്യങ്ങളും ലൈഫ് ചാൻസസിൽ പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വിച്ച് ക്യാൻ ബി, അതായത് ഈ പറഞ്ഞ കൾച്ചറൽ, സോഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ ക്യാപിറ്റൽ ഉണ്ടല്ലോ. കൾച്ചറൽ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമ്മളുടെ കൾച്ചർ, സംസ്കാരം, സിവിലൈസേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മളുടെ എന്തായിട്ട് മാറും, ലൈഫ് ചാൻസസ് ആയിട്ട് മാറും. അതുപോലെ സോഷ്യലായിട്ടുള്ള നമ്മളുടെ ക്യാപിറ്റൽസ്, ഇപ്പോൾ പബ്ലിക് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിപ്പം എടയ്ക്കൽ ഗുഹ അല്ലെങ്കിൽ ഓരോരോ മോണുമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് സോഷ്യൽ ക്യാപിറ്റലാണ്. വിത്ത് അതിന് കൾച്ചറൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ കൂടി സോഷ്യൽ ആയിട്ടുള്ള ക്യാപിറ്റലായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ലൈഫ് ചാൻസസിൽ പെടുമെന്ന് ബോദ്യോ പറയുന്നുണ്ട്. പിന്നെ അക്കോർഡിംഗ് ടു ബോദ്യോ, ക്യാപിറ്റൽ ഈസ് അക്യുമുലേറ്റഡ് ലേബർ ബൈ ഏജൻറ്റ്സ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് ഏജൻറ്റ്സ്. Capitalist enables the agents to appropriate social energy in the form of realized or living labor. അതായത് ബോദ്യോൻ്റെ അഭിപ്രായത്തിൽ ക്യാപിറ്റൽ, അതായത് ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ക്യാപിറ്റൽ ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് നേടുന്നതെന്ന് വെച്ചാൽ ലേബർ, തൊഴിലാളികളിലൂടെ. അത് തൊഴിലാളികളെ ആരാണ് കൊണ്ടുവരുന്നത്? ഏജൻസാണ്. സൊസൈറ്റിയിലുള്ള കുറേ ഏജൻസ് അല്ലെങ്കിൽ അവർ കൂട്ടം ഓഫ് ഏജൻസാണ് അത് കൊണ്ടുവരുന്നത്. ആ ഏജൻസ് ലേബറിനെ കൊണ്ടുവരും, ലേബർ അത് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ക്യാപിറ്റൽ സൊസൈറ്റിയിൽ ഉണ്ടാവുക. സോ ആസ് പെർ ബോദ്യോ സംസാരിക്കുന്നത് 3 തരത്തിലുള്ള ക്യാപിറ്റലിനെ പറ്റിയിട്ടാണ്: കൾച്ചറൽ ക്യാപിറ്റൽ, പിന്നെ സോഷ്യൽ ക്യാപിറ്റൽ ആൻഡ് എക്കണോമിക് ക്യാപിറ്റൽ.